കോൺഗ്രസ് പഠിക്കാത്തത് എന്തേ? ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഓരോ പ്രവൃത്തിയെക്കുറിച്ചും മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ഇന്ത്യക്കാർ ചോദിച്ചു പോകുന്ന ചോദ്യമാണിത്. അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി കോൺഗ്രസ് ഭരണാധികാരികൾ കാണിച്ചിട്ടുള്ള മുസ്ലിം പ്രീണനത്തിന്റെ കഥകൾ ഓരോന്നായി പുറത്തുവരികയും തങ്ങളുടെ നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നതായി തോന്നിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നത്. ഏറ്റവും അവസാനമായി വഖഫ് ബോർഡ് ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ പോലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എടുക്കുന്ന സമീപനം എന്താണ്? ഇപ്പോൾ പ്രകടിപ്പിക്കപ്പെടുന്നതാണ് കോൺഗ്രസിന്റെ സുചിന്തിതമായ സമീപനമെങ്കിൽ ക്രൈസ്തവരടക്കമുള്ള മുസ്ലിമുകളല്ലാത്ത ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസ് വഞ്ചിക്കുകയാണ്. BJPക്ക് കേന്ദ്രത്തിൽ 4-ാം ഊഴത്തിനും കേരളത്തിൽ പിണറായിക്ക് 3-ാം ഊഴത്തിനുമുള്ള പാത ഒരുക്കുകയുമാണ്. കേരളത്തിലെ ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ നിസ്കാരമുറി വേണം എന്ന ആവശ്യവുമായി മുസ്ലിം തീവ്ര നിലപാടുകാർ മുന്നോട്ടു വരുന്നതും അത്തരം കാര്യങ്ങളിൽ മുഖ്യധാരാ പാർട്ടികൾ മൗനം പാലിക്കുന്നതും ക്രൈസ്തവരുടെ ഇടയിൽ വലിയ മനോവിഷമം ഉണ്ടാക്കുന്നുണ്ട്. മൂവാറ്റുപുഴയിലെ പോലെ പിന്തുണയുമായി എത്തുന്നില്ല എങ്കിലും ഇത്തരം പ്രവണതകളെ മുളയിലെ നുള്ളിക്കളയണ്ടേ? ചെറായ് മുനമ്പം പ്രദേശത്തെ വഖഫ് വിവാദത്തിൽ അവിടുത്തെ MP കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡനും വൈപ്പിനിലെ CPM MLA ഉണ്ണികൃഷ്ണനും പുലർത്തുന്ന മൗനം ക്രൈസ്തവരെ ആകുലരാക്കുന്നുണ്ട്. അതുപോലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ്, പൈങ്ങോട്ടൂർ വിഷയങ്ങളിൽ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടൻ MLAയും പുലർത്തുന്ന നിസ്സംഗതയും വല്ലാത്ത അമർഷം ജനിപ്പിക്കുന്നതാണ്. ക്രൈസ്തവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെട്ട് വോട്ട് പിടിക്കുന്ന കേരള കോൺഗ്രസുകാരുടെയും നാവിറങ്ങിയ മട്ടാണ്. 2026 തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലത്. ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ സ്ഥിതി ഇതാണെങ്കിൽ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന് പതിവ് പോലെ ലീഗ് വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതോടെ കാര്യങ്ങൾ എവിടെയെത്തും എന്ന് പലരും ചോദിച്ചു തുടങ്ങി. വഖഫ് ഒരു അറബി പദമാണ്. നിയന്ത്രണം, നിരോധനം എന്നൊക്കെ അർത്ഥം. മുസ്ലിം മതവിശ്വാസികൾ അള്ളാഹുവിനായി നീക്കിവെക്കുന്ന സ്വത്തിനെയാണ് വഖഫ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ ഒരു സ്വത്ത് വഖഫായി കഴിഞ്ഞാൽ അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യപ്പെടാനോ പാടില്ല എന്നും വഖഫായി തുടരും എന്നാണ് ശരീഅത്ത് നിയമം. ഈ സ്വത്തിന്റെ വിനിയോഗത്തിനായി നിയോഗിക്കപ്പെടുന്ന മുത്താവലിക്കാണ് അത് സംബന്ധിച്ച നിയന്ത്രണാവകാശം. രേഖകൾ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള രീതിയാണ് ഇതെന്നും അതുകൊണ്ട് വഖഫുകാർ രേഖകൾ സമർപ്പിക്കേണ്ടതില്ല എന്നുമാണ് അവകാശവാദം. വഖഫ് സ്വത്തുകളുടെ ഭരണത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന നിയമ സംവിധാനമാണ് വഖഫ് ബോർഡ്. ബോർഡ് ഓരോ വസ്തുവിനും സൂക്ഷിപ്പുകാരനെ നിയമിക്കുന്നു. വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് 1964 ഉണ്ടാക്കിയ കേന്ദ്ര വഖഫ് കൗൺസിലാണ്. ഈ കൗൺസിലിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ബോർഡുകൾക്കും ഉപദേശവും കൊടുക്കുന്നു. ബോർഡുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൗൺസിലിന് റിപ്പോർട്ട് കൊടുക്കണം. സാമ്പത്തിക കാര്യങ്ങൾ, സർവേ, റവന്യൂ രേഖകൾ, എൻക്രോച്ച്മെന്റുകൾ, വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടുകൾ എന്നിവ കൗൺസിലിന് സമർപ്പിക്കണം. 2013 ഭേദഗതി ചെയ്യപ്പെട്ട 1995 ആക്ട് അനുസരിച്ച് വഖഫ് ബോർഡുകൾക്ക് വൻ അധികാരമുണ്ട്. കേന്ദ്ര നിയമപ്രകാരം ഏതു പ്രദേശവും തങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കാം. അത്തരം പ്രദേശങ്ങൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനുള്ള ബാധ്യത പ്രദേശവാസികൾക്കാണ്. അവർ തെളിവുകളുമായി പോകേണ്ടത് ഇന്ത്യയിലെ കോടതികളിലേക്കല്ല, വഖഫ് ട്രൈബ്യൂണൽ കോർട്ടുകളിലേക്കാണ്. വഖഫ് ദാനം ചെയ്യുന്ന ഭൂമി മാത്രമല്ല, മുസ്ലിമുകൾ ഉപയോഗിക്കുന്ന പൊതുസ്ഥലങ്ങളും വഖഫിന് പിടിച്ചെടുക്കാം. എല്ലാ വർഷവും ഇന്ത്യയിലെ വൻ നഗരങ്ങളിലെ പൊതു മൈതാനങ്ങളിൽ ഈദ് നമസ്കാരം നടക്കാറുണ്ട്. ഇങ്ങനെ നടക്കുന്ന മൈതാനങ്ങളെ ഈദ് ഗാഹുകളായി പ്രഖ്യാപിച്ച് വഖഫ് ബോർഡ് സ്വന്തമാക്കുന്നു. ഇന്ത്യയിലെ പല വൻ നഗരങ്ങളിലും ഇങ്ങനെ നടന്നു കഴിഞ്ഞു. ഇന്ത്യയിലെ വിവിധ കോടതികളിലായി 40,951 വഖഫ് വസ്തു തർക്കങ്ങളാണ് വിചാരണയുടെ പല ഘട്ടങ്ങളിൽ ഇരിക്കുന്നത്. മുസ്ലിമുകൾ മാത്രം അംഗങ്ങളായ ട്രൈബ്യൂണലുകളുടെ തീരുമാനങ്ങൾക്കെതിരെയുള്ള കേസുകളാണിവ. കോൺഗ്രസ് സർക്കാർ പാസാക്കിയ 1995 വഖഫ് ബോർഡ് നിയമം അനുസരിച്ച് യാതൊരു രേഖയും ഇല്ലാതെ വഖഫ് ബോർഡിന് കൈവരുന്ന അവകാശങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ആരെയാണ് ഞെട്ടിക്കാത്തത്? പണ്ടുകാലത്ത് ആക്രമിച്ചു കീഴടക്കി ഭരിച്ച നവാബുമാരും സുൽത്താൻമാരും അവർക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ഭൂപ്രദേശങ്ങൾ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അവയെല്ലാം
തിരിച്ചു കിട്ടണമെന്നും അക്കാലത്തെ മുസ്ലിമുകൾ തങ്ങൾക്കായി പ്രത്യേക രാജ്യം ഉണ്ടാക്കി ഇന്ത്യയെ വിഭജിച്ചു പോയ ശേഷവും ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ ആർക്കാണ് ഉൾക്കൊള്ളാനാവുക? ഭാരതത്തിൽ ഇന്ത്യൻ റെയിൽവേയും കേന്ദ്ര പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി കൈവശമുള്ളത് വഖഫ് ബോർഡിനാണ്. 8,72,297 രജിസ്റ്റേർഡ് സ്ഥാവര ജംഗമ വസ്തുക്കളാണ് അവർക്കുള്ളത്. ഇതിന്റെ വിസ്തീർണം 9.4 ലക്ഷം ഏക്കറാണ്. 1.2 ലക്ഷം കോടി രൂപയാണ് ഇവയുടെ ഏകദേശ മതിപ്പ് വില. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും 2 ഷിയ വഖഫ് ബോർഡുകൾ അടക്കം 32 വഖഫ് ബോർഡുകളാണ് ഇന്ത്യയിലുള്ളത്. 200 വ്യക്തികളുടെ കൈവശമാണ് ഈ വഖഫ് ബോർഡുകളുടെ നിയന്ത്രണം. ഇക്കൂട്ടർ ശരിക്കും ഒരു തട്ടിപ്പ് സംഘമാണെന്ന് മുസ്ലിമുകൾക്കിടയിൽ പോലും ആരോപണമുണ്ട്. മുസ്ലിം വിശ്വാസികൾ അള്ളാഹുവിന് നൽകുന്ന കാണിക്കയായ വഖഫ് സ്വത്ത് ചുരുങ്ങിയത് രാജ്യത്തിലെ 18 കോടി മുസ്ലിമുകൾക്കെങ്കിലും അവകാശപ്പെട്ടതാകേണ്ടതാണ്. എന്നാൽ അവ വ്യക്തികൾ ദുരുപയോഗിക്കുന്നതിന്റെ കഥകൾ ധാരാളമുണ്ട്. ഭാരതത്തിലെ മുസ്ലിമുകളുടെ മാഗ്ന കാർട്ടയായി ചിത്രീകരിക്കപ്പെടുന്ന സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണിത്. ഈ സ്ഥലമെല്ലാം തിരിച്ചുപിടിച്ച് വരുമാനം ഉണ്ടാക്കിയാൽ ഇന്ത്യയിലെ മുസ്ലിമുകളുടെ പട്ടിണി മാറ്റാനാവും എന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനായ AP അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. മുംബൈയിലെ 18 നിലയുള്ള അമ്പരചുംബിയായ ഒരു മന്ദിരത്തിലാണ് ഹജ്ജ് ഹൗസ് പ്രവർത്തിക്കുന്നത്. സമ്പന്നമാണ് ഹജ്ജ് കമ്മിറ്റി. കേന്ദ്ര കമ്മിറ്റി പ്രവർത്തിക്കുന്ന ഇടം കച്ചവടത്തിന്റെയും കമ്മീഷന്റെയും അഴിമതിയുടെയും കേന്ദ്രമാണെന്ന് അബ്ദുള്ളക്കുട്ടി ആരോപിക്കുന്നു. ഹജ്ജ് ഒരു വലിയ കച്ചവടമാക്കിയ കുറെ ഉദ്യോഗസ്ഥരുടെയും മുസ്ലിം പ്രമാണിമാരുടെയും ട്രാവൽ ഏജന്റുമാരുടെയും വിളനിലമാണത്. അവിടം ആകെ ക്ലീൻ ആക്കുവാൻ തനിക്കായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹായം കൊണ്ടാണെന്ന് അബ്ദുള്ളക്കുട്ടി പറയുന്നു. ഭാരതത്തിൽ 32 വഖഫ് ബോർഡുകളാണ് ഉള്ളത്. ഒരു പറ്റം സമ്പന്ന സവർണ മുസ്ലിം ഭൂമാഫിയ പ്രമാണിമാരുടെ കയ്യിലാണ് വഖഫ് ബോർഡും സ്വത്തുമെന്നും അബ്ദുള്ളക്കുട്ടി ചൂണ്ടിക്കാട്ടി. 2014 കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ വഖഫിന് കൈമാറിയ 123 സ്ഥലങ്ങൾ തന്നെ അമ്പരപ്പിക്കുന്ന ഉദാഹരണമാണ്. മുസ്ലിമുകളുടെ അവകാശവാദമനുസരിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനും പാർലമെന്റും വിവിധ മന്ത്രിസഭ കാര്യാലയങ്ങളും ഇന്ത്യ ഗേറ്റും കോണറ്റ് പ്ലേസും എല്ലാം ഒരിക്കൽ മുസ്ലിമുകളുടെ സ്ഥലങ്ങളായിരുന്നു. ഈ വാദം അംഗീകരിച്ചാൽ മുഗൾ ചക്രവർത്തിമാർ വരുന്നതിന് മുമ്പ് അത് ആരുടെ സ്ഥലമായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരില്ലേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ പുതിയ ഡൽഹി പണിയുവാനായി ബ്രിട്ടീഷ് സർക്കാർ മുസ്ലിമുകളിൽ നിന്നും പിടിച്ചെടുത്തതാണ് പോലും ഈ പ്രദേശങ്ങൾ. അതുകൊണ്ട് ഡൽഹിയിലെ തർക്കത്തിന് 1911 വരെ പഴക്കമുണ്ട് എന്നാണ് അവരുടെ വാദം. മുസ്ലിം എതിർപ്പിനെ ഭയന്ന് അവസാനം കുറെ സ്ഥലങ്ങളുടെ ഉടമസ്ഥത ബ്രിട്ടീഷുകാർ തന്നെ മുസ്ലിമുകൾക്ക് വിട്ടുകൊടുത്തു. അവയാണ് വിവാദമായ 123 സ്ഥലങ്ങൾ. അവയുടെ ഭരണം സുന്നി മജ്ലിസ് അക്വഫ് രൂപീകരിച്ച് അവർക്ക് ബ്രിട്ടീഷ് സർക്കാർ കൈമാറി എന്നാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ജോയിന്റ് സെക്രട്ടറി ഇനാമുർ റഹ്മാൻ ഖാൻ അവകാശപ്പെടുന്നത്. 1954 വഖഫ് നിയമം അനുസരിച്ച് 1970 ഈ സ്ഥലങ്ങളുടെ ലിസ്റ്റ് വഖഫ് ബോർഡ് ഡൽഹി ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും ഇനാമുർ റഹ്മാൻ ഖാൻ ചൂണ്ടിക്കാണിച്ചു. ഈ അവകാശവാദങ്ങൾ ഡൽഹി വികസന അതോറിറ്റി സമ്മതിച്ചില്ല. മുസ്ലിമുകൾ ബഹളം വെച്ചപ്പോൾ കോൺഗ്രസ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടപെട്ടു. അന്വേഷിക്കുവാൻ മിർ നസ്രുള്ള കമ്മിറ്റിയെ നിയോഗിച്ചു. അവരുടെ അന്വേഷണത്തിൽ ഡൽഹിയിലെ 400 സ്ഥലങ്ങൾ മുസ്ലിം അധിനിവേശ കാലത്ത് അവരുടേതായിരുന്നതായി കണ്ടെത്തി. മിക്കവാറും സ്ഥലങ്ങൾ തന്ത്രപ്രധാനങ്ങളായ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്നവയാണ്. വിഭജനകാലത്ത് മുസ്ലിമുകൾ ഇട്ടെറിഞ്ഞു പോയവയുമാണ്. എന്നാൽ രേഖകളിൽ അവ വഖഫായി തുടർന്നു. റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഡൽഹിയിൽ അസ്വസ്ഥത ഉണ്ടാക്കി. ഇതേ തുടർന്ന് വഖഫ് സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിന് 1974 ഇന്ദിര സയ്യദ് മുസാഫിർ ഹുസൈൻ ബേണി കമ്മിറ്റിയെ നിയോഗിച്ചു. 1976 അവർ 274 വഖഫ് പ്രോപ്പർട്ടികൾ കണ്ടെത്തി സർക്കാരിന് ശുപാർശ കൊടുത്തു. ഇവയിൽ 123 എണ്ണം സമിതിയുടെ ശുപാർശ പ്രകാരം വഖഫിന് കിട്ടി. ഇവയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തിരിച്ചുപിടിക്കുവാൻ നോക്കുന്നത് എന്നാണ് ഇനാമൂർ പറയുന്നത്.
ഈ സമിതിയുടെ ശുപാർശ പ്രകാരം വഖഫിന് കിട്ടേണ്ട മറ്റ് 124 സ്ഥലങ്ങൾ കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വിശാല ഹിന്ദു പരിഷത്ത് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. കോടതി സർക്കാർ നടപടികൾ സ്റ്റേ ചെയ്തു. 2011 തർക്കം സംബന്ധിച്ച് 6 മാസത്തിനകം തീരുമാനം എടുക്കുവാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2014 മാർച്ച് 2 അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ ഈ സ്വത്തുക്കൾ വഖഫിന് കൈമാറി. ഈ വസ്തുക്കൾ തിരിച്ചുപിടിക്കുവാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങി. 2023 ഫെബ്രുവരി 7 ഹൌസിംഗിനും നഗരവികസനത്തിനുമുള്ള കേന്ദ്ര മന്ത്രിസഭാ കാര്യാലയം ഇവ ഡൽഹി വഖഫിന്റേതല്ല എന്ന് കാണിച്ച് നോട്ടീസ് നൽകി. 6 സുന്നി വിഭാഗക്കാരും 1 ഷിയ വിഭാഗക്കാരനും ചേർന്നതാണ് ഡൽഹി വഖഫ് ബോർഡ്. വഖഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 2013 വഖഫ് ബോർഡ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഒരു ഉത്തരവ് കൊടുത്തു. അവരുടെ കൈവശമുള്ള ഷാ ഷുജയുടെ കബറിടവും നാദിർഷയുടെ കബറിടവും ബീബി സാഹിബ് മസ്ജിദും ബുർഹാൻപൂർ കോട്ടയിലെ കൊട്ടാരവും വഖഫ് ബോർഡിന്റെ സ്വത്താണെന്നും അവ എത്രയും വേഗം ആർക്കിയോളജിക്കൽ സർവേ വഖഫ് ബോർഡിന് കൈമാറണമെന്നുമായിരുന്നു ഉത്തരവ്. വിധിക്കെതിരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. ബുറാൻപൂറിലെ ഏമാഗ്രേഡ് ഗ്രാമത്തിലുള്ള 4.448 ഹെക്ടർ വരുന്ന ഈ സ്ഥലവും അവയിലുള്ള വസ്തുക്കളും 1904 പുരാതന സ്മാരക സംരക്ഷണ നിയമം അനുസരിച്ച് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വകയാണെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. വഖഫ് ബോർഡ് ആകട്ടെ ആർക്കിയോളജിക്കൽ സർവേയുടെ വാദം തള്ളുകയും അവർ ഹൈക്കോടതിയെ സമീപിച്ചത് ശരിയായില്ലെന്നും പകരം വഖഫ് ട്രൈബ്യൂണലിനെയാണ് സമീപിക്കേണ്ടിയിരുന്നത് എന്ന് വാദിക്കുകയും ചെയ്തു. 2024 ജൂലൈ 26 വഖഫ് ബോർഡിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ഗുർബാൻ സിംഗ് അഹുവാലിയ അധ്യക്ഷനായ മധ്യപ്രദേശ് ഹൈക്കോടതി ബെഞ്ച് ഉത്തരവും പുറപ്പെടുവിച്ചു. ഇനി താജ്മഹലിനും ചെങ്കോട്ടയ്ക്കും ഇന്ത്യ മുഴുവനും വേണ്ടി വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുമോ? വിധിയിൽ ജസ്റ്റിസ് അഹുവാലിയ ചോദിച്ചു. ആ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുണ്ട്. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ കാവേരി നദി തീരത്തുള്ള തിരുച്ചെന്തുറൈ ഗ്രാമത്തിലെ 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രവും ആ ഗ്രാമം മുഴുവനും വഖഫ് വകയാണത്രേ. ഒരു കർഷകൻ തന്റെ വസ്തു വിൽക്കുവാൻ ചെന്നപ്പോൾ തടസ്സവുമായി വഖഫ് ബോർഡ് വന്നതോടെയാണ് വിവരം പുറത്തായത്. ഓഗസ്റ്റ് 8 പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. രാജഗോപാൽ എന്നാണ് 70കാരനായ ആ കർഷകന്റെ പേര്. അദ്ദേഹം മകളുടെ വിവാഹത്തിന് വായ്പ എടുത്ത് തുക തിരിച്ചടയ്ക്കുവാൻ തന്റെ 1.2 ഏക്കർ സ്ഥലം വിൽക്കാൻ ചെന്നപ്പോഴാണ് വഖഫ് പുകിൽ പിടികൂടിയത്. 1956 ഡിസംബർ 28 തമിഴ്നാട് വഖഫ് ബോർഡ് നടത്തിയ അവകാശവാദം അനുസരിച്ച് 1672 മുതൽ 1749 ആർക്കോട്ട് നവാബ് ആയിരുന്ന അൻവറുദ്ദീൻ ഖാൻ നൽകിയ ദാനമാണത്രേ. ആ പ്രദേശത്ത് ഒരു സ്ഥലത്തും മുസ്ലിമുകൾ ജീവിച്ചിരുന്നതായി പോലും തെളിവില്ല. ആ നവാബ് പുറത്താക്കപ്പെട്ടാലും വഖഫ് സ്വത്ത് വഖഫ് ബോർഡിന്റേതായി തുടരും പോലും. ഏതായാലും തമിഴ്നാട്ടിലെ കർഷകർ സമരം നടത്തി വഖഫ് ബോർഡിന്റെ ഭീഷണിയിൽ നിന്നും തൽക്കാലത്തേക്ക് രക്ഷ നേടി. ബംഗളൂരുവിലെ ഈദ്ഗാഹ ഗ്രൗണ്ട് 1850 മുതൽ വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുഗൾ കാലത്ത് ഹജ്ജ് തീർത്ഥാടകർക്ക് വിശ്രമ സ്ഥലമായി പ്രഖ്യാപിച്ച സറായി ആണത്രേ ഇപ്പോഴത്തെ സൂറത്ത് മുനിസിപ്പൽ മന്ദിരം. ശ്രീകൃഷ്ണന്റെ നാടായി കരുതപ്പെടുന്ന ദ്വാരകയിലെ 2 ദ്വീപുകളുടെ അവകാശ തർക്കവും കോടതിയിലാണ്. വഖഫ് സ്വത്തുക്കളെല്ലാം നിർബന്ധമായി വീണ്ടും തിട്ടപ്പെടുത്താനാണ് സർക്കാർ പരിപാടി. കേരളത്തിലെ ചെറായ് മുനമ്പം തീരപ്രദേശത്ത് താമസിക്കുന്ന 600ഓളം കുടുംബങ്ങളുടെ ജീവിതം 2021 മുതൽ വഖഫ് തർക്കം മൂലം ദുരിതത്തിലാണ്. മുനമ്പം വേളാങ്കണ്ണി മാതാ കത്തോലിക്ക ഇടവക പള്ളിയുടെ മേലും പാഷനിസ്റ്റ് ആശ്രമത്തിന്റെ മേലും വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയാണ്. കൃഷി ചെയ്യാനായി 1865 ആയില്യം തിരുനാൾ മഹാരാജാവിൽ നിന്നും ഹാജി മൂസ സേഠ് പതിച്ചു വാങ്ങിയ ഭൂമി അദ്ദേഹം ഫറൂഖ് കോളേജിന് കൈമാറുകയും ഫറൂഖ് കോളേജിൽ നിന്നും മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത 404 ഏക്കർ ഭൂമിയും ഓരോ വർഷവും കടൽ നിക്ഷേപിക്കുന്ന കരഭൂമിയും എല്ലാം തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് 2019 കേരള വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.
നാട്ടുകാർ പറയുന്ന കഥയനുസരിച്ച് വളരെ തന്ത്രപൂർവമായ നീക്കങ്ങളിലൂടെയാണ് ഹാജി മൂസ സേഠിന്റെ കുടുംബസ്വത്ത് ഇപ്പോൾ വഖഫ് ബോർഡിൽ എത്തിയത്. 1995 കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയ നിയമം അനുസരിച്ച് നാട്ടുകാർ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. 3 നൂറ്റാണ്ടായി തങ്ങൾ ജീവിക്കുകയും ഒരു കാലത്ത് ഫറൂഖ് കോളേജുകാർക്ക് വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത ഭൂമിക്കും കടൽ ഉണ്ടാക്കുന്ന പുറമ്പോക്ക് ഭൂമിക്കുമാണ് അവകാശവുമായി വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടുകാരോടൊപ്പം നിന്ന് വോട്ട് നേടി ലോക്സഭയിലെത്തിയ കോൺഗ്രസ് MP ഇപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നില്ല എന്ന സങ്കടത്തിലാണ് ജനങ്ങൾ. വഖഫിന്റെ ഭൂമി തട്ടിയെടുക്കുന്ന മാഫിയ സംഘങ്ങൾ ഉണ്ടെന്ന് AP അബ്ദുള്ളക്കുട്ടി പറയുന്നു. കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിൽ ഉണ്ടായ ഒരു സംഭവം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒരു മഹലിൽ കമ്മിറ്റി ഭാരവാഹികളും കുറെ മുസ്ലിം കുടുംബങ്ങളും തമ്മിൽ വലിയ സംഘട്ടനം ഉണ്ടായി. മോസ്കിന്റെ ചുറ്റുമുള്ള വഖഫ് സ്വത്ത് പഴയ മഹൽ കമ്മിറ്റി പ്രമാണിക്കാർ കള്ള രേഖ ഉണ്ടാക്കി മറിച്ചുവിറ്റതാണ് വിഷയം. ഈ പശ്ചാത്തലത്തിലാണ് 1995 വഖഫ് നിയമത്തിൽ സുപ്രധാനങ്ങളായ മാറ്റങ്ങൾക്ക് വ്യവസ്ഥ ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. വഖഫ് ബോർഡുകളുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സുതാര്യതയും കണക്കു പറയാനുള്ള കടമയും സ്ത്രീകളുടെ സാന്നിധ്യവും ഇതര മതസ്ഥരുടെ പോലും സാന്നിധ്യവും ഉറപ്പാക്കുകയാണ് പുതിയ നിയമം. വഖഫ് സ്വത്തുക്കളെല്ലാം പുനഃപരിശോധനയ്ക്കും വ്യവസ്ഥയുണ്ട്. വഖഫ് ബോർഡുകളുടെ അധികാരം നന്നായി നിയന്ത്രിക്കുന്നതിനുള്ള വ്യവസ്ഥകളാണ് ബില്ലിലുള്ളത്. 2013 നിയമത്തിന് 40ഓളം ഭേദഗതികളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വഖഫ് വസ്തുക്കളുടെ വിനിയോഗം കാര്യക്ഷമമാക്കും, സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശം ഉറപ്പാക്കും, സർക്കാരിന് ഭരണത്തിൽ കൂടുതൽ അധികാരം കൊടുക്കും, എല്ലാ വഖഫ് വസ്തുക്കളും കളക്ടറുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യണം. ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപോ പിൻപോ വഖഫ് വസ്തുവായി കണക്കാക്കിയിട്ടുള്ള എല്ലാ സർക്കാർ ഭൂമികളും വഖഫ് സ്വത്ത് അല്ലാതാവും. അക്കാര്യം തീരുമാനിക്കുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. തീരുമാനം എടുത്താൽ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തി സർക്കാരിനെ അറിയിക്കണം. കളക്ടർ തീരുമാനിക്കുന്നത് വരെ ഒരു വസ്തുവും വഖഫ് വക ആവില്ല. ഇപ്പോൾ തർക്കത്തിലുള്ള ഭൂമിയും തീരുമാനം വരുന്നതുവരെ വഖഫ് ഭൂമിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രേഖകളില്ലാത്ത കാലം മുതലുള്ള കീഴ്വഴക്കം പുതിയ നിയമം അംഗീകരിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിനോ ഓഡിറ്റർ ജനറലിനോ ഏതവസരത്തിലും വഖഫ് കണക്കുകൾ ഓഡിറ്റ് ചെയ്യാനാവും. പുതിയ നിയമം അനുസരിച്ച് നിയമപരമായി അവകാശമുള്ള വസ്തു മാത്രമാണ് ഒരാൾക്ക് വഖഫ് ആക്കാവുന്നത്. ആരുടെയും പിന്തുടർച്ചാവകാശം തടയുന്നതിന് ആവരുത് അത്. 5 വർഷമെങ്കിലും മുസ്ലിം വിശ്വാസി ആയിരിക്കുകയും വേണം. പുതിയ നിയമം വന്ന് 6 മാസത്തിനകം എല്ലാ വഖഫ് സ്വത്തുക്കളും പുതുതായി രജിസ്റ്റർ ചെയ്യണം. മുസ്ലിം വിഭാഗങ്ങളായ ബൊഹറകൾക്കും അഗാഖാനികൾക്കും പ്രത്യേകം വഖഫ് ബോർഡ് ഉണ്ടാക്കും. സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയിലാണ് നിയമം. 2024 ഓഗസ്റ്റ് 8 കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു അവതരിപ്പിച്ച ഭേദഗതി നിയമത്തെ കണ്ണടച്ച് എതിർക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എന്നാണ് സൂചനകൾ. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ജമാഅത്തെ ഉലമ ഇ ഹിന്ദും ബില്ലിനെ എതിർക്കുമ്പോൾ ഓൾ ഇന്ത്യ സൂഫി സജ്ജദൻഷി കൗൺസിൽ പ്രസിഡന്റ് സയ്യദ് നസറുദ്ദീൻ കിഷ്ടിയെ പോലുള്ള മുസ്ലിം നേതാക്കൾ നിയമത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വഖഫ് ബോർഡുകളുടെ ഭരണം ഏറെ ഏകാധിപത്യപരമായാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അതിൽ മാറ്റം വരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഒരു പറ്റം സവർണ മുസ്ലിം ഭൂമാഫിയ പ്രമാണിമാരുടെ കൈകളിൽ നിന്നും വഖഫ് ബോർഡിനെയും സ്വത്തിനെയും മോചിപ്പിക്കുവാനുള്ള നീക്കമാണ് പുതിയ നിയമം എന്നാണ് മുസ്ലിം നേതാവായ AP അബ്ദുള്ളക്കുട്ടി പറയുന്നത്. ഈ നിയമം പാസ്സാകണമെന്ന് ചെറായിക്കാർ വരെ ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ നിൽക്കുന്നവരെ മറക്കുമോ? എല്ലാവരെയും എക്കാലത്തേക്കും വഞ്ചിക്കുവാൻ ആവില്ല. എല്ലാവരെയും കുറെ കാലത്തേക്കും കുറെ പേരെ എല്ലാ കാലത്തേക്കും വഞ്ചിക്കുവാൻ സാധിച്ചാലും എല്ലാവരെയും എല്ലാ കാലത്തേക്കും വഞ്ചിക്കുവാൻ ആകില്ലെന്ന് എന്തേ കോൺഗ്രസ് ഇനിയും പഠിക്കുന്നില്ല? മുസ്ലിം പ്രീണനമാണോ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന മതേതരത്വം? തീവ്ര മുസ്ലിമുകൾ ലോകത്ത് എവിടെയും നടത്തുന്ന സായുധാക്രമണങ്ങളെ പോലും കാണാതിരിക്കുകയും തിരിച്ചടിക്കുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമായി കാണുകയും ചെയ്യുന്ന കോൺഗ്രസ് എന്താണ് മറ്റുള്ളവരോട് പറഞ്ഞു തരുന്നത്? ഹമാസ് തീവ്രവാദികൾ 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ നടത്തിയ മനുഷ്യകുരുതിയെക്കുറിച്ച് കമാന്നൊരക്ഷരം പറയാത്ത കോൺഗ്രസ് ഗാസയിലെ ജനങ്ങൾക്കു വേണ്ടി വായടയ്ക്കാതെ ശബ്ദിക്കുന്നു. വയനാട്ടിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ പരിപാടിയിടുന്ന പ്രിയങ്ക വധേര
നാഴികയ്ക്ക് 40 വട്ടം ഗാസയിലെ അതിക്രമങ്ങളെക്കുറിച്ച് പ്രതിഷേധം പുറപ്പെടുവിക്കുന്നത് എന്തിനെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഈ പ്രിയങ്ക വധേര ബംഗ്ലാദേശിലെ മുസ്ലിം തീവ്രവാദികൾ ഹൈന്ദവ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ച് നശിപ്പിക്കുമ്പോൾ BJP പരിഹസിക്കുന്നത് വരെ വായ തുറന്നില്ല. നൈജീരിയയിലും തുർക്കിയിലും പാകിസ്ഥാനിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും വാ തുറക്കുന്നില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോ RSSകാരോ നടത്തുന്ന ആക്രമണങ്ങളെ മാത്രം അപലപിക്കുന്നു. അത് ക്രൈസ്തവരെ BJP വിരുദ്ധരാക്കി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് എന്തേ ന്യൂനപക്ഷം എന്നാൽ മുസ്ലിം സമൂഹം എന്ന് മാത്രം കരുതുന്നു? ജനസംഖ്യയിൽ 30% അടുക്കുന്ന അവർ എങ്ങനെ കൃത്യമായി പറഞ്ഞാൽ ന്യൂനപക്ഷ സമൂഹമാകും? മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കുവാൻ ഒരു കമ്മീഷനെ നിയോഗിച്ച് കോൺഗ്രസ് എന്തേ മറ്റ് ന്യൂനപക്ഷങ്ങളെ മറന്നു? ഷാബാനു കേസിൽ ശരീഅത്ത് നിയമം അനുസരിച്ചുള്ള വ്യക്തി നിയമം മുസ്ലിമുകൾക്കായി പാർലമെന്റിൽ പാസാക്കിയതടക്കം കോൺഗ്രസ് ഭരണം കാഴ്ചവെച്ച സാമാന്യ നീതിക്കും യുക്തിക്കും നിരക്കാത്ത നിയമനിർമ്മാണങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. BJP അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇത്തരം എന്തെല്ലാം നിയമങ്ങൾ കൂടി ഉണ്ടാക്കുമായിരുന്നു? ജനാധിപത്യ വ്യവസ്ഥയുടെ പഴുതുകൾ ഉപയോഗിച്ച് കോൺഗ്രസ് എന്തെല്ലാമാണ് മുസ്ലിമുകളെ പ്രീണിപ്പിക്കുവാൻ ചെയ്തത്? ഒരു മുസ്ലിം തീവ്ര ചാനലിന് ഭാരതത്തിൽ പ്രവർത്തിക്കുവാൻ അനുവാദം കൊടുത്തപ്പോൾ ആ ചാനലിന്റെ ഉദ്ഘാടന വേളയിൽ വെച്ച് അക്കാലത്തെ കോൺഗ്രസുകാരനായ പ്രതിരോധ മന്ത്രി ചോദിച്ച ചോദ്യത്തിന്റെ കാമ്പ് ഇപ്പോഴാണ് പലരും ആഴത്തിൽ ചിന്തിക്കുന്നത്. ഇന്ത്യയിലല്ലാതെ ലോകത്ത് എവിടെയും ഇത്തരം ഒരു ചാനലിന് അനുമതി കിട്ടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് പിന്നാലെ പൈങ്ങോട്ടൂർ സ്കൂളിലും കലാപനീക്കം നടത്തുന്നത് ബോധപൂർവമാണ്. MES നടത്തുന്ന വിദ്യാലയങ്ങളിൽ പോലും ഇല്ലാത്ത ആവശ്യമാണ് ഉയരുന്നത്, അതും ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മാത്രം. കലാപക്കാരുടെ ലക്ഷ്യം വ്യക്തമാണ്, ക്രൈസ്തവ പീഡനം. അതിനോട് മുഖ്യധാര രാഷ്ട്രീയക്കാർ, ഇടതും വലതും മുന്നണികൾ നിസ്സംഗത പുലർത്തുന്നു. ആപത്തുണ്ടാക്കുന്ന നിസ്സംഗതയാണിത്. ഡൽഹിയിൽ ആക്രമിക്കപ്പെട്ട നിർഭയയ്ക്ക് വേണ്ടി നാടിളക്കിയ മമത ഭരിക്കുന്ന ബംഗാളിൽ ഒരു മെഡിക്കൽ കോളേജിൽ PG വിദ്യാർത്ഥിനി കോളേജിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ പിടികൂടിയിട്ടുണ്ട്. എങ്കിലും ഹൈക്കോടതി കേസന്വേഷണം CBIക്ക് വിട്ടു. സംഭവത്തെ രാഹുൽ ഗാന്ധി അപലപിച്ചത് പക്ഷേ തൃണമൂലിന് പിടിച്ചില്ല. കോൺഗ്രസ് കാലത്ത് എന്തെല്ലാം നടന്നതാണ് എന്നാണ് ചോദ്യം. രാഷ്ട്രീയക്കാരുടെ ഈ മനസ്സാണ് നാടിന് ആപത്ത്. ആര് ഭരിച്ചാലും ഉണ്ടാകാവുന്ന പൈശാചിക പ്രവൃത്തികളാണിവ. കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നതിനാണ് എല്ലാവരും യോജിക്കേണ്ടത്. ഭർത്താവ് തന്നെ ഉപദ്രവിച്ചതിന്റെ അടയാളങ്ങളുമായി പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ നവവധു ഇപ്പോൾ പറയുന്നത് തന്നെ ഉപദ്രവിച്ചില്ലെന്നും തങ്ങൾ ഒന്നിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ്. അക്കാര്യം അവർ ഹൈക്കോടതിയിൽ തന്നെ ഏറ്റുപറഞ്ഞു. പരിക്കുകളുമായാണ് യുവതി പരാതി നൽകാൻ എത്തിയതെന്ന് പോലീസ് തടസ്സവാദം ഉന്നയിച്ചപ്പോൾ സാധാരണ ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുന്നതല്ലേ എന്ന് ജഡ്ജി പറഞ്ഞതായാണ് പത്രങ്ങളിൽ കണ്ടത്. യുവതിയുടെ മലക്കം മറിച്ചിലും കോടതിയുടെ നിരീക്ഷണവും കൗതുകകരമായി. 2017 മെയ് 19 തിരുവനന്തപുരത്ത് പേട്ടയിൽ സ്വാമി ഗംഗേശാനന്ദയുടെ ജനനേന്ദ്രിയം മുറിച്ചതായി അവകാശപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ ഒരു പെൺകുട്ടി സ്വാമി തന്നെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോഴാണ് താൻ സ്വാമിയുടെ ജനനേന്ദ്രിയം മുറിച്ചതെന്ന് മൊഴി കൊടുത്തു. പിന്നീട് മാറ്റി. സ്വാമി അങ്ങനെ ചെയ്തില്ലെന്നും സ്വാമിയുടെ മുൻ അനുയായിയും തന്റെ സുഹൃത്തുമായ അയ്യപ്പദാസ് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതെന്നും മൊഴി മാറ്റി പറഞ്ഞു. പോലീസ് എന്ത് ചെയ്യും? മൊഴി മാറ്റി പറഞ്ഞത് കേസിനെ ബാധിക്കില്ലെന്ന നിയമോപദേശത്തിൽ പോലീസ് കേസ് തുടർന്നു. സ്വാമിക്കെതിരെ ബലാത്സംഗത്തിന് കുറ്റപത്രം സമർപ്പിച്ചു. ജനനേന്ദ്രിയം മുറിച്ചതിന് പെൺകുട്ടിക്കും സുഹൃത്തിനും എതിരെയും കുറ്റപത്രം കൊടുക്കും. പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന് പെരുവഴിയിലെറിഞ്ഞ അമ്മയെ അതിജീവിതയാക്കി കൊലപാതകിയുടെ പേര് രഹസ്യമാക്കുവാൻ പോലീസ് കാണിച്ച ജാഗ്രത സവിശേഷമായി ശ്രദ്ധിക്കപ്പെട്ടു. അടുത്ത കൗതുകകരമായ കഥ വന്നത് തകഴിയിൽ നിന്നാണ്. അവിടെ 22 വയസ്സുള്ള ഒരു പെൺകുട്ടി 24 വയസ്സുള്ള യുവാവിനാൽ ഗർഭിണിയായി. ഓഗസ്റ്റ് 7 പ്രസവിച്ച വീടിന്റെ സൺഷെയ്ഡിൽ ഒളിച്ചുവെച്ചു. കൂട്ടുകാരനും സുഹൃത്തും എത്തി കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നു കുഴിച്ചിട്ടു.
ഓഗസ്റ്റ് 10-ന് യുവതി എറണാകുളത്തെത്തി ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി. കുട്ടിയെ ആലപ്പുഴയിൽ അമ്മത്തൊട്ടിലിൽ കിടത്തി എന്ന് യുവതി പറഞ്ഞു. ഡോക്ടർ പോലീസിൽ അറിയിച്ചതോടെ കള്ളം പൊളിഞ്ഞു. എന്തും ചെയ്യാൻ മടിയില്ലാത്ത നമ്മുടെ യുവതലമുറയുടെ മനസ്സിലെ പൈശാചികത ഭയപ്പെടുത്തുന്നു. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.